നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കിനി ഭാര്യയായിട്ട് സ്നേഹിക്കാനാവില്ല. എന്തായാലും നീ ഇതിലൊന്ന് സൈൻ ചെയ്യും. എന്തത്? നിങ്ങളുടെ വിവാഹമോചനത്തിനുള്ള ജോയിന്റ് പെറ്റീഷൻ. ഇല്ലമ്മേ, അമ്മ പറയുന്നതിനപ്പുറം എനിക്കൊന്നുമില്ല. ബിസിനസ് കോൺക്ലേവ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞാൻ ഡിവോഴ്സിനുള്ള ജോയിന്റ് പെറ്റീഷൻ സൈൻ ചെയ്യാം. നിധിയെ കൊണ്ട് ഞാൻ സൈൻ ചെയ്യിപ്പിച്ചോളാം. അങ്ങനെ മുഴുവനൊന്നും കൊടുക്കണ്ട, നമുക്കൊരു 10 കോടി കൊടുത്താലോ? ഓക്കെ, അമ്മ പറയും പോലെ. പക്ഷെ എന്റെ വകയായിട്ട് ഞാനൊരു വീടും കാറും കൊടുക്കും. അമ്മ എതിർക്കരുത്. മിഥുൻ, നീ കേട്ടില്ലേ? എന്റെ വില നീ കേട്ടില്ലേ? 10 കോടിയും കാറും വീടും. നീ പറ, ഇനി എങ്ങനെയാ നീജന്റെ കൂടെ ജീവിക്കും? അയാളോട് പോവാൻ പറഞ്ഞ നിധി. നിനക്ക് വിലയുടെ 1 കോടീശ്വരന് വളർന്നിട്ടില്ല. ഏറ്റവും അമൂല്യമായ നിധിയാണെന്ന് അറിയാത്ത പോഴനാണവൻ. അയാൾക്ക് എന്നെ വേണ്ടെങ്കിൽ അതിനു മുൻപ് തന്നെ എനിക്കും അയാളെ വേണ്ട. ഗൗതം എനിക്ക് ഡിവോഴ്സ് പെറ്റീഷൻ അയക്കുന്നതിന് മുൻപ് ഞാൻ അയാൾക്ക് അയക്കും. എന്ത് ഡിവോഴ്സ്? നിനക്ക് സമ്മതമാണെങ്കിൽ ഇന്ന് തന്നെ നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്ന നിധി. അതെനിക്കറിയാം. ഉപാധികളില്ലാത്ത നിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിനക്ക് എന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്കറിയണം. അതിനെ അറിയാൻ എന്തിരിക്കുന്നു? എനിക്ക് ഈ ലോകത്ത് സ്നേഹമുള്ളത് നിന്നോട് മാത്ര. അതെനിക്ക് ബോധ്യപ്പെടണം മിഥുൻ. ഒരാളെ വിശ്വസിച്ച് പറ്റിക്കപ്പെട്ടവളാ ഞാൻ. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കില്ലേ? അതാ എന്റെ അവസ്ഥ. എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട, ഞാൻ പൊയ്ക്കോളാം. എന്താ നിധി ഇത്? നിന്നോട് സംസാരിക്കാൻ എനിക്കെന്താ ബുദ്ധിമുട്ട്? സന്തോഷം മാത്രമേ ഉള്ളൂ. എങ്കിൽ വരെ നമുക്കിത്തിരി നടക്കാം. എന്തിനാ കൈവിട്ടത്? നിനക്കെന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഒരിക്കലും നിന്നെ ഞാൻ കൈവിടില്ല. ശല്യം. എനിക്ക് വേണ്ടി മിഥുൻ എന്തും ചെയ്യുമെന്ന് എനിക്ക് ബോധ്യമായി. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ആദ്യം എനിക്ക് ദേഷ്യ തോന്നിയത്. എന്നെ ഗൗതമിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം തന്നെയാ മിഥുനെ അയച്ചതെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. അതെ നിധി, നമ്മൾ ഒത്തുചേരാൻ തീരുമാനിക്കപ്പെട്ടത് സ്വർഗത്തിൽ വെച്ചാടോ. എന്നാലും ചിലതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് അതിശയമാ. 2 വർഷത്തിന് ശേഷം നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടിയപ്പോ നീ തല കറങ്ങി വീഴാൻ തുടങ്ങി. വീഴാതെ നിന്നെ ഞാനൊന്ന് പിടിച്ചു. അത്രയും നടന്നിട്ടുള്ളൂന്ന് നമുക്കറിയാലോ മിഥുൻ. നിന്നെ അങ്ങനെ ചതിക്കേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട് നിധി. നിവൃത്തികേട് കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. നിനക്ക് പകരം നിന്റെ ഡ്രസ്സിട്ട മറ്റൊരുത്തെ കെട്ടിപ്പിടിക്കേണ്ടി വന്നപ്പോ എന്റെ ചങ്ക് പിടഞ്ഞുപോയി. എന്തിനാ എന്റെ ഡ്രസ്സിട്ട വേറൊരുത്തിയെ നീ കെട്ടിപ്പിടിക്കാൻ പോയത്? ആ വീഡിയോ ഫേക്കായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി. രണ്ടും കൂടി എഡിറ്റ് ചെയ്ത് ചേർത്താ ഞാൻ ഗൗതമിനെ കാണിച്ചത്. അന്ന് ആ വീഡിയോ എടുക്കാൻ നിന്നെ സഹായിച്ചത് ഏത് പെൺകുട്ടിയാ?
പറയും മിഥുൻ. അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടല്ലേ ചോദിക്കുന്നത്. ഏയ് അത് നീ ഇപ്പൊ അറിയേണ്ട നിധി. ഈ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും ഞാൻ നിനക്ക് തരാം. പക്ഷേ അത് ഇപ്പോഴല്ല, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട്. ആദ്യ രാത്രിയില്